പമ്പ വരെ എത്തുന്ന തീവണ്ടി അവിടെ നിന്ന് സന്നിധാനത്തിലേക്ക് ഭക്തന്മാർക്ക് നടന്നു കയറാം. ഇനി ശബരിമലയിലേക്ക് പറന്നിറങ്ങാനായിട്ട് വിമാനത്താവളം, റോപ്പ് വേ സംവിധാനം, ശബരി റെയിൽ പദ്ധതി മറ്റൊരു തിരുപ്പതി മോഡലിലേക്ക് ശബരിമലയെ നവീകരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മലയാളികൾക്കുള്ളത്. വലിയ സ്വപ്നമല്ലേ സാർ ഈ പറയുന്ന ശബരിമലയെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായും. അപ്പോൾ ആദ്യമേ ഇപ്പോൾ ഞാൻ ഒരു മലയോര നിവാസി കൂടാണ്. അപ്പോൾ അതിനൊരു നന്ദി പറയാം. കാരണം ഏകദേശം ഒരു 2.5 പതിറ്റാണ്ട് മുമ്പേ തുടക്കം കിട്ടിയ ഒരു പ്രൊജക്റ്റാണ്. അത് ഇഴഞ്ഞു നീങ്ങായിരുന്നു. അതിനകത്ത് ആ ഇഴഞ്ഞു നീങ്ങുന്നതിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ മാറി മാറി വരുന്ന സർക്കാരിനൊക്കെ പങ്കുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണുകയും ഓഫീസോട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശബരി റെയിൽവേക്ക് പുതിയൊരു ജീവൻ വന്നിരിക്കുകയാണ്. അതിന് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയും വരുന്ന മാസം, അത് ജൂലൈ മാസം ഇതിൻ്റെ പണികൾ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഇത് മലയോര നിവാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ തീർത്ഥാടകരുണ്ട്, ശബരിമല തീർത്ഥാടകർ. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് ഈ ശബരി റെയിൽവേ എന്ന് പറയുന്നൊരു പദ്ധതി നിസ്സാര ഒരു മലയോര പ്രദേശത്തിൻ്റെ വികസനമല്ല. അത് ഇന്ത്യൻ റെയിൽവേ ലോകത്തിന് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് നമ്മൾ തന്നെ കാണുന്നത്. കാരണം അങ്കമാലിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എരുമേലി വരെ എന്ന് പറയുന്നു. നമ്മുടെ ആവശ്യം എരുമേലി നിർത്തുക എന്നുള്ളതല്ല. നമ്മുടെ ആവശ്യം അങ്കമാലിയിൽ തുടങ്ങിയിട്ട് ഈ പാത തിരുവനന്തപുരത്ത് എത്തിക്കണം. എങ്കിൽ മാത്രമേ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഗുണത്തിലേക്ക് വരികയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്താണ് ഗുണം. പ്രത്യേകിച്ച് വിഴിഞ്ഞം പ്രൊജക്റ്റ് പൂർണ്ണ സജ്ജമാകുമ്പോൾ, വിഴിഞ്ഞം പ്രൊജക്റ്റ് പൂർണ്ണ സജ്ജമാകുമ്പോൾ അതോടൊപ്പം തന്നെ ശബരി റെയിൽവേ പദ്ധതി വിഴിഞ്ഞത്തേക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. എങ്കിൽ മാത്രമേ ആരോഗ്യരംഗം, സാമ്പത്തികം, അതുപോലെ തന്നെ ടൂറിസം, പിൽഗ്രീം ഒക്കെ വിവിധ മേഖലയുണ്ട്. നമ്മൾ സ്വപ്നം കാണാത്തൊരു വികസന ആണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ശബരിമല എയർപോർട്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് ഈ പ്രൊജക്റ്റുകളൊക്കെ. അപ്പോൾ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി ആൾക്കാർ, ഉദാഹരണത്തിന് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ രാജഗോപാൽ സാറ്, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹമൊക്കെ വളരെ കൃത്യമായി ഇതിന് ഫോളോ അപ്പ് ചെയ്തൊരു ആളാണ്. അതുപോലെ തന്നെ മുൻ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന PJ കുര്യൻ സാറ്, ഇപ്പോൾ രാജ്ബറഹ MLA നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി, ഇപ്പോൾ ഞാൻ കൺവീനറായ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി ഈ സാധനങ്ങൾ അവർക്ക് ഫോളോ ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഈ അങ്കമാലി തൊട്ടുള്ള വിവിധ ആക്ഷൻ കൗൺസിലുകളൊക്കെ ഉണ്ട്. അവരുടെ നിരന്തരമായ ഒരു പ്രവർത്തന ഫലമാണ് ഇപ്പോൾ നമ്മൾ സന്തോഷം പങ്കിടുന്നൊരു പ്രൊജക്റ്റ്. ഈ ശബരി റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ രാജു എബ്രഹാം മന്ത്രിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ നടക്കുമായിരുന്നു. അതിന് ചോദിക്കാൻ കാരണം, അങ്ങ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജു എബ്രഹാം മന്ത്രിയാവണമെന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് MP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നും അങ്ങ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രാജു എബ്രഹാം കുറച്ചുകൂടി അന്ന് നേരത്തെ മന്ത്രിയായിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വേഗത്തിൽ നടക്കുമായിരുന്നില്ലേ? അല്ല, തീർച്ചയായും എന്ന് പറഞ്ഞാൽ 25 പ്രാവശ്യമായി അല്ലെ 5 പ്രാവശ്യമായി ഒരു മണ്ഡലത്തെ പ്രതികരിക്കുന്ന ജനപ്രതിയാണ് അദ്ദേഹം. ജനങ്ങളുമായിട്ട് എത്രമാത്രം ജനങ്ങളെ പൾസറിയാവുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം മന്ത്രിയാകുകയാണെങ്കിൽ ഉറപ്പാണ് 100% മലയോര പ്രദേശത്തിലെ ഓരോരുത്തരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ ശബരിപാത അല്പൂടെ സ്പീഡിൽ ഓടിയേനെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൻ്റെ തൊട്ട് ഇപ്പം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാണ്. പക്ഷെങ്കിൽ അവർ CPM പോലെയുള്ള ഒരു കേഡർ പാർട്ടിയുടെ നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. പക്ഷെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ മന്ത്രിസഭ ഇല്ലാഞ്ഞത് ഈ ശബരി റെയിൽവേ പുറകോട്ടടിക്കുവാൻ ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ വിമാനത്താവളം ആറന്മുളയൊക്കെ വന്നപ്പോൾ വലിയ എതിർപ്പാണ് ഉണ്ടായത്. പക്ഷേ ശബരിമല വിമാനത്താവളം വരുന്നതിന് അങ്ങനെ ആരും എതിർത്ത് കണ്ടിട്ടില്ല. ഒരു പരിസ്ഥിതി പ്രശ്നമോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഒരു എസ്റ്റേറ്റ് മേഖലയിൽ, അതായത് ഈ പറയുന്ന തോട്ടം മേഖലയിലാണ് ഇത് വരുന്നത്. വലിയ പരിസ്ഥിതി ആഘാതത്തിനുള്ള സാധ്യത അവിടെ ഇല്ലയും താനും. എന്നാലും ആ മേഖല, മലയോര മേഖലയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു വിമാനത്താവളം. അവിടെ ഒരു വിമാനത്താവളം വരുന്നതോടുകൂടി ഗണ്യമായി ടൂറിസം മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും അതൊരുക്കില്ലേ? തീർച്ചയായും. ഇപ്പം താങ്കൾ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ ശബരി റെയിൽവേക്കും ശബരിമല വിമാനത്താവളത്തിൻ്റെ പ്രത്യേകതയുണ്ട്. മറ്റുള്ള പ്രൊജക്റ്റിനേക്കാളും
നമ്മൾ നോക്കി പഠിച്ചാൽ ഈ കേരളത്തിൽ ഏത് പ്രൊജക്റ്റ് വരുമ്പോഴാണ് ഒരു എതിർ അഭിപ്രായം, എല്ലാ പ്രൊജക്റ്റും ഉണ്ട്. പക്ഷേ ശബരിമല വിമാനത്താവളവും ശബരി റെയിൽവേയും ശബരിമല വിമാനത്താവളവും ഈ രണ്ട് പ്രോജക്റ്റിനും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഇതിന് അനുകൂലമാണ്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം മലയോരത്തിൻ്റെ വികസനമാണ്. അപ്പം നമ്മൾ ഈ ശബരി റെയിൽവേ പാത ഈ എറണാകുളം ജില്ലയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ ഏകദേശം 6 ജില്ലയുടെ മലയോര പ്രദേശത്തോടെ കണക്ട് ചെയ്യുകയാണ്. നമ്മൾ അതിന് ആരെങ്കിലും എതിര് നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യം കൂടെ ആയിരിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ മലയോര പ്രദേശ ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ശബരി റെയിൽവേ പദ്ധതിയും എയർപോർട്ടൊക്കെ വരുമ്പോൾ, അപ്പോൾ താങ്കൾ ആദ്യം ചോദിച്ച പോലെ എൻ്റെ വിട്ട് പിന്നെ നമ്മുടെ ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ്. തിരുപ്പതി പോലെ തന്നെ. അപ്പം നമ്മുടെ ആവശ്യം ശബരിമല ആദ്യം ആഗോള തീർത്ഥാടന കേന്ദ്രമായി സർക്കാർ പ്രഖ്യാപിക്കണം. അപ്പോൾ ശബരിമലയ്ക്ക് മാത്രമല്ല ഗുണം. ഇപ്പം എരുമേലി മതമൈത്രിയുടെ ഈറ്റില്യമാണ് എരുമേലി, വാവരുപള്ളി, അതുപോലെ ഭരണങ്ങാനം, അതുപോലെ ചെറുപുഴ കൺവെൻഷൻ, ഹിന്ദു സമ്മേളനം, പിന്നെ മാരവൺ കൺവെൻഷൻ. അപ്പം അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് കൺവെൻഷനുകളും കൂട്ടായ്മകളും ഉണ്ട്. ഇതിനൊക്കെ അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഇപ്പം വെച്ചിച്ചിറ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട്, അതായത് ഈ അരുവികളൊക്കെ, അതൊക്കെ ഏതാണ്ട് ഇടുക്കി വരെ ഇതിനോടൊപ്പം കണക്ട് ആവും അല്ലേ? ഇടുക്കി അല്ല, അത് കൃത്യമായി പിന്നെ ഇടുക്കി ജില്ലയുടെ തൊടുപുഴ കൂടെ പോകുന്നുണ്ടല്ലോ. അത് വേറെ പ്രത്യേകത, ഇതുവരെ പിന്നെ ഇടുക്കി ജില്ലയിൽ റെയിൽവേ പാതയില്ല. ഈ ശബരിപാത വരുന്നതോടുകൂടി ഇടുക്കി ഇതിനകത്ത് ഭാഗമാണ്, റെയിൽവേയുടെ ഭാഗമാകാൻ പോവുകയാണ്. അത് വലിയ കാര്യം തന്നെയാണ്. ഉദ്ദേശിച്ച ഒരു കാര്യവും കൂടെ, സാധാരണ ശബരിപാത വരുമ്പോൾ അത് സീസണൽ മാത്രമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റെയിൽവേ പാതയായിട്ട് മാറുമെന്നുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു. പക്ഷേ ഈ തിരുവനന്തപുരം കണക്ട് ചെയ്യുക എന്നുള്ളത് ഐഡിയ കൂടെ വരുമ്പോഴത്തേക്കും അത് ഒരു വർഷം മുഴുവൻ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പാതയായിട്ടും ഈ പറയുന്ന മലയോര മേഖലയിൽ നിന്നുള്ള ചരക്ക് ഗതാഗതത്തിനായാലും ശരി തന്നെ, ഈ ആൾക്കാരുടെ യാത്രാ സൗകര്യത്തിനായാലും ശരി തന്നെ, ടൂറിസത്തിനായാലും ഒക്കെ ഗുണപ്പെടും. പക്ഷേ തിരുവനന്തപുരമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണമെങ്കിൽ ഏത് വഴിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും നന്നായിട്ട്? പുനലൂർ പാതയാണോ? അല്ല, ഇപ്പം ഈ ശബരിമല സീസണുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മൾ ഈ ശബരി റെയിൽവേ പദ്ധതി കാണുന്നത്. അതിൻ്റെ തിരുത്തുണ്ട്. കാരണം അങ്കമാലിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു പാത ഇപ്പം എരുമേലി വരെയാണ് പറയുന്നത്. എരുമേലിയിൽ നിന്ന് റാന്നി, പത്തനംതിട്ട, പുനലൂർ, അഞ്ചൽ, അങ്ങനെ വിഴിഞ്ഞുമായി നെടുമങ്ങാട് വിഴിഞ്ഞുമായിട്ട് കണക്റ്റ് ആകുകയാണ്. അപ്പോൾ അത് കൃത്യമായി റൂട്ട് എടുത്തല്ലേ പറ്റുള്ളൂ. സംഭവം അതിൻ്റെ ജനസാന്ദ്രതയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കണക്കെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിൽ തന്നെയും ഈ സീസണായിട്ട് മാത്രമല്ല, ഇപ്പോൾ സീസണായിട്ട് മാത്രം ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പിക്ചറിലില്ല സാധനം. അപ്പോൾ നമ്മൾ സീസണുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചില കക്ഷികൾ ഈ പ്രോജക്റ്റുമായിട്ട് ഈ ശബരി റെയിൽവേ പദ്ധതി അട്ടിമറിക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മലയോര ജനത അതിനൊക്കെ തടയിട്ടു. ആ പ്രൊജക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഭാവി നമുക്കറിയില്ല. ചെങ്ങന്നൂർ പമ്പ പാത ശബരിമല പാതയ്ക്ക് പകരമായിട്ട് ബദലായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ പല കോണുകളിൽ നിന്നും ഇതിനെപ്പറ്റി പറഞ്ഞു. ആ ഒരു ബദൽ മാർഗം തന്നെ ആയിരിക്കുമോ ഈ ശബരി പാതയ്ക്ക്? അല്ല, ഞങ്ങൾക്കാർക്കും തോന്നുന്നില്ല. കാരണം അതെങ്ങനെ പിന്നെ ശരിയാകുന്ന, കാരണം ഈ ശബരിമല സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മാസം 3 മാസത്തേ ഉള്ളൂ. ഈ 2 മാസം 3 മാസത്തിന് ഒരു 13,000 കോടി രൂപയാണ് ആ ബഡ്ജറ്റ് തന്നെ വെച്ചേക്കുന്നത്. ഈ 13,000 കോടി രൂപ മുടക്കിയിട്ട് ഒരു 3 മാസത്തിന് മാത്രം ആ പ്രൊജക്റ്റ് കൊണ്ട് മുന്നോട്ട് പോകുന്നയുടെ ഉദ്ദേശം എന്താ നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ അപ്പോൾ ശബരി റെയിൽവേ എന്ന് പറയുന്നത് ഇപ്പം തന്നെ അങ്കമാലിയിൽ നിന്ന് കാലടി വരെ 8 കിലോമീറ്റർ പണി കഴിഞ്ഞു. ആ പ്രൊജക്റ്റ് മാറ്റിയിട്ട് ഈ 13,000 കോടി രൂപ വെള്ളത്തിൽ വരയ്ക്കുന്ന പോലെ കൊണ്ട് കളയുന്നത് അവരുടെ അതിൻ്റെ പുറകിലുള്ളവരുടെ ഉദ്ദേശശുദ്ധി എന്താ നമുക്കറിയില്ല. സീസണിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ആവശ്യം എന്താ? അയ്യപ്പ സീസൺ മാത്രമല്ല, അയ്യപ്പ സീസൺ മാത്രമല്ല, മലയോരത്തിൻ്റെ വികസനമാണ്. ഇപ്പം പിന്നെ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, അപ്പം അങ്ങനെയുള്ള കൊല്ലത്തിൻ്റെ ഈ 6 ജില്ലയോട് പോകുന്ന മലയോരമായി ബന്ധപ്പെട്ടാണ്. അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ടൂറിസം കേരളത്തിൻ്റെ ഒരു തനതായ ഒരു വരുമാന മാർഗ്ഗമാണ്, അല്ലെങ്കിൽ തനതായ ഒരു 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 സ്വഭാവം ടൂറിസത്തിനുണ്ട്. കൊങ്കൺ മാതൃകയിലായിരിക്കണം അല്ലേ ഇതിൻ്റെ നിർമ്മാണം വേണ്ടി വരിക? അതല്ല, അത് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടാണ്. നമുക്കതിനകത്ത് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. കാരണം അത് ഗുണപ്പെടുന്നതാകുന്ന
ഇത് നാടിന് ഗുണപ്രദമാകുന്ന ഈ ശ്രീധരനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ല, അത് തീർച്ചയായിട്ടും അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം തുടക്കത്തിലൊക്കെ ശബരി എതിരാണെന്നൊക്കെ പറഞ്ഞു, നമുക്കറിയില്ല, അത് മനസ്സിലായോ. പക്ഷെ എങ്കിൽ തന്നെയും ഈ ശബരി റെയിൽവേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ആ താല്പര്യം ഈ പാത പൂർത്തീകരണം വരെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം. അങ്ങക്കൊക്കെ ഈ രാഷ്ട്രീയമായിട്ട് ഏറെക്കാലമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾ, അതായത് ശബരി റെയിൽവേക്കായാലും ഈ പറയുന്ന ശബരി വിമാനത്താവള പദ്ധതിക്കായാലും ഒക്കെ അങ്ങയുടെ കൂടെ പ്രവർത്തിച്ചവരാണെന്ന് പ്രധാനപ്പെട്ട മന്ത്രിമാരും MLA മാരും അടക്കമുള്ളവർ. ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അവരുടെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അനുകൂലമായിരുന്നു? ഞാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളൊരു നാടിന് ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റല്ലേ, നാടിനോട് ബന്ധപ്പെട്ട പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് അവരോടൊക്കെ നമ്മൾ അനൗദ്യോഗികമായി ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തൊരു ലൈവായിട്ട് നിൽക്കാൻ പറ്റുന്നത്. മലയോര മേഖലയിലൂടെ ഇത്ര വലിയൊരു പദ്ധതി വരുമ്പോൾ അതിന് വലിയ തുക ചിലവാക്കേണ്ടി വരും. ആ തുക ഇവിടെ സർവീസ് നടത്തുന്നതിലൂടെ തിരിച്ചു നേടാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. 97-98 കാലഘട്ടത്തിലാണ് ശബരി റെയിൽവേ പദ്ധതി തുടക്കമിടുന്നത്. അന്ന് വെറും 550 കോടി രൂപയായിരുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഇട്ടേക്കുന്ന ബഡ്ജറ്റ്. ഇപ്പോൾ ആ സ്ഥാനത്ത് 3810 കോടി രൂപയാണ്, എരുമേലി വരെയാണ്. പക്ഷെ നമ്മുടെ ആവശ്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഇത് ലാഭകരമാകണമെങ്കിൽ ഈ പാത എരുമേലിയിൽ നിർത്താതെ നമ്മുടെ വിഴിഞ്ഞം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെടണം. വിഴിഞ്ഞം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗുണം എന്താ? കാരണം പിന്നെ പെരുമ്പാവൂരിലെ ഫ്ലൈവുഡ് ഫാക്ടറി, പൈനാപ്പിൾ ഫാക്ടറി, അപ്പോൾ പൈനാപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് പൈനാപ്പിൾ കൃഷി, അപ്പോൾ അങ്ങനെയുള്ള വ്യവസായ കേന്ദ്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ റബ്ബർ, കുരുമുളക്, പിന്നെ ഏലക്ക മുതൽ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമായി നമ്മൾ അഭിമാനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ആഗോള വിപണിയിലേക്ക് പോവുകയാണ്. എങ്കിൽ മാത്രമേ ഈ പാത വിഴിഞ്ഞം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിൽ മാത്രമേ ഈ ശബരി റെയിൽവേക്ക് പൂർണ്ണ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്ത് ലാഭകരമാകാൻ പറ്റുള്ളൂ. യാത്ര കൊണ്ട് മാത്രം പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇത് നിസ്സാരമായി അയ്യപ്പ ഭക്തന്മാരുടെ ഒരു യാത്രാക്ലേശം പരിഹരിക്കാനോ അല്ലെങ്കിൽ മലയോര പ്രദേശത്തിൻ്റെ മലയോര പ്രദേശത്തിൻ്റെ ഒരു യാത്രാക്ലേശം പരിഹരിക്കാനല്ല. ഇത് മലയോര പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം അനന്ത സാധ്യതയാണ്. ഈ അനന്ത സാധ്യത ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മളതിനെ ചെറുതായിട്ട് കാണണ്ട. ഇന്ത്യൻ റെയിൽവേ പിന്നെ ലോകത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ശബരി റെയിൽവേ പദ്ധതി, വിമാനത്താവളം. ഞങ്ങളൊക്കെ അതിൻ്റെ സന്തോഷത്തിലും ഒക്കെയാണ്. കാരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനമായിട്ടൊക്കെ മുന്നോട്ടൊക്കെ പോകുമ്പോഴൊക്കെ പല ആശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറി കൃത്യമായ റൂട്ടിലേക്കായിട്ടുണ്ട്. അത് തടസ്സമില്ലാതെ ഈ ഗവൺമെൻറ് കൃത്യമായി ജനപ്രതിനിധികളടക്കം ഫോളോ അപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.